കുറേ കാലത്തിന് ശേഷം ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാട്ടോ. ഔട്ടിങ്ങിന് ഇറങ്ങിയത് ചാലിയത്തേക്കാണ്. ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിൻ്റെയും കടലുണ്ടിയുടെയും നടുവിലുള്ള സ്ഥലമാണ്. ഈ കാണുന്നതാണ് ചാലിയം പുഴ. ചാലിയത്തിൻ്റെ തീരത്തുനിന്ന് ബേപ്പൂർ തീരത്തേക്ക് ജങ്കാർ സർവീസും ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ബോട്ടിങ്, സ്പീഡ് ബോട്ട് തുടങ്ങിയതിലെല്ലാം നമുക്ക് കയറാനും പറ്റും. ഞങ്ങളിവിടെ വന്ന സമയത്ത് ചാലിയം ഫെസ്റ്റ് നടക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജങ്കാറിലേക്ക് ഒന്ന് കയറാൻ വിചാരിച്ചിട്ട് ടിക്കറ്റിന് വേണ്ടി കാത്തുക കേട്ടോ. ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. അതെന്താ വെച്ചാൽ ഇവിടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്, ചാലിയത്തു നിന്ന് ബേപ്പൂരിലേക്കും ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്കും. ഞങ്ങളെല്ലാം ജങ്കാറിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ നിൽക്കുക കേട്ടോ. എന്ത് രസമറിയോ ഇവിടെ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ജങ്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് എടുക്കുന്നുള്ളൂ നമ്മൾ ചാലിയത്തു നിന്ന് ബേപ്പൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മറ്റേ ബസ് സർവീസ് ആണെങ്കിൽ ഒരുപാട് ചുറ്റിപ്പോകണം, 2 ബസ് കയറണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അധികം ആൾക്കാർ ചാലിയത്ത് കൂടെ പോകുന്ന ആൾക്കാർ ബേപ്പൂരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചാലിയത്തു നിന്ന് ജങ്കാറിലാണ് യാത്ര ചെയ്യാറ്. ജങ്കാറിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ആൾക്കാരെ മാത്രമല്ല വാഹനങ്ങളും ഈ ജങ്കാറിൽ കയറ്റാൻ പറ്റും. അപ്പം വാഹനത്തിൻ്റെ റേറ്റ് ഓരോ വാഹനത്തിനനുസരിച്ച് വേറെ വേറെ റേറ്റ് ആട്ടോ. ആൾക്കാർക്കാണ് 5 രൂപ റേറ്റിൽ അവർ കയറ്റുന്നത്. വാഹനങ്ങൾ ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു പുഴേൻ്റെ നടുക്കൂടെ വാഹനത്തിൽ വേറൊരു വാഹനത്തിൽ കയറ്റിയിട്ട് പോകുക എന്നൊക്കെ പറയുന്നത് സിനിമയിലൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഏതായാലും ആ കാഴ്ചയിലേക്കൊന്ന് പോവാം. അങ്ങനെ ജങ്കാർ മെല്ലെ നീങ്ങി തുടങ്ങിട്ടോ. അപ്പോൾ ആ പുഴേൻ്റെ അവിടെയുള്ള കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. എന്ത് രസമാണ് അറിയോ? സ്പീഡ് ബോട്ട്, നമ്മളെ ബോട്ടിങ്, അതെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ പോയി നമ്മുടെ ആകാശ ദൃശ്യം, പുഴേൻ്റെ നടുവിൽ കൂടെയുള്ള ആ ഭംഗി എല്ലാം ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇത്. നമ്മൾ ആദ്യം ബേപ്പൂരിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാനാ പറഞ്ഞത് അന്ന് ചാലിയത്തേക്ക് ഒന്ന് പോയാലോ, ഇതുവരെ ഒന്നും പോയിട്ടില്ലല്ലോ, ഇപ്പം എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് അവിടെ എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഇറങ്ങിയതാട്ടോ ഞങ്ങൾ. അപ്പം അത് ഏതായാലും വെറുതെ ആയില്ല. അത്രയും മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, സൂര്യാസ്തമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എത്തിയവരുണ്ട്, അതും കൂടി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ. എന്ത് രസമല്ലേ വെള്ളത്തിലേക്ക് ആ രശ്മികൾ ഇങ്ങനെ വരുന്നത് കാണാൻ. എനിക്കെപ്പോഴും ഇങ്ങനത്തെ പ്രകൃതിയിലുള്ള ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ കേട്ടോ ഏറെ ഇഷ്ടം. ആ ദൂരേന്ന് കാണുന്ന ബോട്ടില്ലേ, ഇതിപ്പോൾ ബേപ്പൂർ കടലൊക്കെ ചുറ്റിയിട്ട് വരുന്ന ബോട്ടാട്ടോ. ഇവിടുന്ന് ആ സർവീസ് കൊണ്ട് നമുക്ക് കടലിൽ കുറച്ച് ദൂരം സഞ്ചരിക്കാൻ പറ്റും. സ്ഥിരം യാത്രക്കാർക്ക് ഇതൊന്നും ഒരു പുതുമയൊന്നും ആയി തോന്നില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വലിയ അത്ഭുതമാവൂലേ. അങ്ങനെ പുഴയിലൂടെ ആ കാഴ്ചകളും ഒക്കെ ആസ്വദിച്ചെത്തിയപ്പോഴേക്കും നമ്മൾ ബേപ്പൂർ തീരത്തെത്തിയിട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും 6:15 ആയിട്ടുണ്ട്. പിന്നെ ബേപ്പൂർ എത്തി അവിടുത്തെ കാഴ്ചകൾ കാണാനൊന്നും സമയമില്ല. ജങ്കാർ സർവീസ് 6:30 നിർത്തും.
അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങാഞ്ഞത്. പിന്നെ ഒരു ദിവസം പോവാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ ഇതിൽ മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ചാലിയത്ത് ചിലവഴിക്കാൻ പറ്റും. അവിടെ കുറച്ചും കൂടി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ജങ്കാറ് ബേപ്പൂര് ഇങ്ങനെ നിർത്തിയിട്ടിക്കുക കേട്ടോ. ഇനി ആൾക്കാർ കയറണം, വാഹനം കയറ്റണം. അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇരുന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ലൈഫ് ജാക്കറ്റിൻ്റെ സംഗതിയൊക്കെ ഉണ്ടെങ്കിലും ആരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടൊന്നല്ല കേട്ടോ കയറുന്നത്. ജങ്കാറിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാട്ടോ വരുന്നത്. അതുപോലെ ഇതിൻ്റെ യന്ത്രഭാഗങ്ങൾ വരുന്നത് ഇവിടെയാണ്. അത് സേഫ്റ്റിക്ക് അവർ ഇരുമ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഓവൽ ഷേപ്പിലുള്ള ജനലിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വിമാനത്തിലൊക്കെ പോകുന്നൊരു ഫീല്. അതുപോലെ ഇതിൻ്റെ മുൻഭാഗത്തെ ഈ വലകൾ, അങ്ങനത്തെ മീൻപിടുത്ത സാധനങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഒരു 5 മിനിറ്റിനൊക്കെ ശേഷം ആൾക്കാരും വണ്ടികളും ഒക്കെ കയറി അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചാലിയത്തേക്ക് തന്നെ പോവുക കേട്ടോ. അപ്പോൾ ചാലിയത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ജങ്കാറ് മെല്ലെ അങ്ങനെ തിരിഞ്ഞ് പോകുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഈ കാണുന്നതാണ് ബേപ്പൂർ. അപ്പോൾ ബേപ്പൂരിലേക്കുള്ള കാഴ്ചകൾ അടുത്ത ഒരു പ്രാവശ്യം ഞാൻ എപ്പോഴും പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ജങ്കാറ് തിരിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ചാലിയത്തേക്ക് ഇറങ്ങിയാലും അധികം ഒന്നും കാണാനുള്ള ഒരു ടൈമും ഇല്ല. നേരെ 6:15 ഒരു 6:20 ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ തിരിച്ച് കഴിഞ്ഞപ്പം. ആൾക്കാരൊക്കെ കയറി വണ്ടിയൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദൂരെ നിന്ന് രാത്രി ആയപ്പോഴേക്കും നല്ല ലൈറ്റുള്ള ബോട്ടുകൾ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സ്പീഡ് ബോട്ടിൻ്റെ സർവീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 1-2 പ്രാവശ്യം കൂടി പോവുണ്ടാവുമായിരിക്കും. അത്രയ്ക്കേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് അവിടെ പോയിട്ട് അന്വേഷിക്കണം. പറ്റുകയാണെങ്കിൽ ഒന്ന് കയറണം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ചാലിയത്തേക്ക് തന്നെ എത്തി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് പുലിമൂട്ടിലേക്കാട്ടോ. അത് കുറച്ച് ദൂരം നടക്കാണ്ട്. അപ്പോൾ അതിനുള്ള ടൈമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. പുലിമൂട്ടിൽ നിന്ന് കുറേ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലും കാണാം. ആ ഭാഗത്താട്ടോ ഇപ്പം മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവിടെ പോയി നോക്കാം. അങ്ങനെ നടന്ന് പോകുമ്പോഴാട്ടോ നമ്മുടെ പണ്ടത്തെ അംബാസഡർ കണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്തതാണ്. വെളിച്ചം നല്ലോണം കുറഞ്ഞു കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അപ്പം എത്രത്തോളം ഇനി ക്ലിയർ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ കിട്ടുന്ന മാതിരി ഞാൻ എടുത്തു തരേ. ഒരു 5 മണി കഴിഞ്ഞാലേ നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ വരാനും പറ്റുള്ളൂ. നല്ല വെയിലല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ 5 മണിയാവാൻ കാത്തുനിന്നത്. പക്ഷേ അതൊരു അബദ്ധമായിപ്പോയി. ഇപ്പോൾ ഇനി അങ്ങോട്ട് നടന്നാലും നമുക്ക് കടലിലേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയായി, ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അതുകൊണ്ട് നല്ലൊരു സങ്കടമായിപ്പോയി. ഈ ഒരു ഭാഗത്തു നിന്നാട്ടോ പിന്നെ സ്പീഡ് ബോട്ടിൻ്റെ ടിക്കറ്റ് കൊടുക്കണേ. അപ്പോൾ ഞങ്ങൾ അവിടെ അന്വേഷിച്ചു സ്പീഡ് ബോട്ടിൻ്റെ ഇപ്പോൾ കയറാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ലാസ്റ്റ് ഇതാണ്. പക്ഷെ ഒരാൾക്ക് 100 രൂപ അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾ കയറിയാൻ നിന്നില്ല. പിന്നെ ഇരുടായില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് കയറിയിട്ടും കാര്യമില്ല. അങ്ങനെ ബീച്ചിൻ്റെ അടുത്തെത്തി. പക്ഷെ അവിടേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റിയില്ല. ഇരുട്ടത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം. അതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ആ ഫെസ്റ്റിൽ കയറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഫെസ്റ്റിലേക്ക് കയറാനും നിന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം ജങ്കാറ് ഒഴിവാക്കിയിട്ട് നമുക്ക് പുളിമൂട്ടിലേക്ക് നടന്ന് ആ ഭാഗത്തൊക്കെ പോകണമെന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്, താങ്ക് യു.